ഞാനിന്ന് മറ്റൊരു ക്ഷേത്ര ദർശനത്തിനാണ്. മഹാദേവൻ്റെ ആത്മലിംഗം സ്ഥിതി ചെയ്യുന്ന ഗോകർണ അമ്പലത്തിലോട്ടാണ് എൻ്റെ യാത്ര. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിന് ഹണോവർ, അവിടുന്ന് കുംട്ടയിൽ നിന്ന് ഗോകർണത്തോട്ട് എത്തിയിട്ട് ട്രെയിൻ നേരിട്ട് ടിക്കറ്റ് കിട്ടിയാൽ ഒന്നെങ്കിൽ കുംട്ടയിൽ ഇറങ്ങി പോവാം, അതല്ലെങ്കിൽ ഹണോവർ ഇറങ്ങി കുംട്ട വന്നിട്ട് നമുക്ക് ഗോകർണത്തിൽ പോകാവുന്നതാണ്. ഞാൻ കുംട്ടയിൽ നിന്ന് കർണാടകയുടെ ട്രാൻസ്പോർട്ട് ബസ്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിന് പല വണ്ടികളുണ്ട്. ലൈറ്റ് ബ്ലൂ ലോക്കൽ ബസ്സാണ്, ഒരുപാട് സ്റ്റോപ്പുകളുണ്ടാവും. ലൈറ്റ് ഗ്രീൻ കമ്പാറ്റീവ് ലിമിറ്റഡ് ഫാസ്റ്റാണ്. പിന്നെ ഈ കാണുന്ന രാജഹംസം, പിന്നെ അവർ ഐരാവത്. അപ്പോൾ KSRTC അവരുടെ സ്റ്റാൻഡിൽ നമ്മൾ പുറത്തോട്ട് കിടക്കുകയാണ്. ആ പുറത്തോട്ട് കടന്നു കഴിയുമ്പോൾ നമ്മൾ ഇടത്തോട്ടുള്ള വഴിയാണ് നമ്മൾ നേരെ ഗോകർണം അമ്പലത്തിലോട്ടുള്ള നമ്മുടെ യാത്ര. അവിടെയൊക്കെ പുതിയ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്, ഓരോ വർഷം ചേഞ്ചസ് വരുന്നുണ്ട്. ഈ ഒരു മൂന്നുകുടി ജംഗ്ഷന് വന്നാൽ ഇടത്തോട്ട് പോയ ഭദ്രകാളി ക്ഷേത്രവും വലത്തോട്ട് ആ ഡയറക്ഷൻ പോലെ കാണുന്നതാണ് ആത്മലിംഗമുള്ള ശിവഭഗവാന്റെ ക്ഷേത്രവും അതേപോലെ ഗണപതിയുടെ ക്ഷേത്രവും. അപ്പം ഇത് വഴികളെല്ലാം തന്നെ ഒരു 100-200 വർഷം പഴക്കമുള്ള വഴികളാണ്. ഇത്തിരി വീതി കൂട്ടി എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഒരു ബസ്സും ഒരു ഓട്ടോറിക്ഷയും പോകാനുള്ള വീതിയുള്ളൂ. അത് തന്നെ കുറേ കഴിയുമ്പോഴേക്കും ഒരു ബോട്ടിൽ നെക്കിലോട് വന്നത് നമുക്ക് കാണാം. പിന്നെ ഒരു സൈഡിൽ കാറുകൾ, കഷ്ടിച്ചൊരു ഓട്ടോ കൂടി കയറി പോകുന്ന വഴികളാണ് ഉള്ളത്. പശുക്കളും ആ പേര് പോലെ തന്നെ പണ്ടത്തെ തെരുവുകളാണ് അവിടെ നിലനിന്ന് പോരുന്നത്. ഈ വലത്തെ വശത്ത് കാണുന്ന മഞ്ഞ മതിലാണ് ഗോകർണം ആത്മലിംഗം ഉള്ള മഹാദേവന്റെ ക്ഷേത്രം. ഇവിടെ താമസിക്കുന്നതെല്ലാം പഴയ തറവാടുള്ള ആൾക്കാരാണ്, പഴയ ആൾക്കാർ തന്നെയാണ്. ഈ വഴി കൂടിയാണ് ഈ കാറുകളെല്ലാം തന്നെ പോകുന്നത്. ഗോകർണത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആത്മീയതയുണ്ട്, അതേപോലെ തന്നെ മോഡേൺ ലൈഫുണ്ട്. ഗോകർണത്തെ പൊതുവെ ഒരു സെപ്റ്റംബർ കഴിയുമ്പോൾ സീസൺ വന്ന ടൂറിസ്റ്റ് സീസൺ, ഫോറിനേഴ്സ് എല്ലാം വരുന്നുണ്ട്. അവർ ആണ് ബീച്ചുകളുടെ ഒരു എനർജി അവർ വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഒരുപാട് ബീച്ചുകളുണ്ട്, എടുത്തു പറയാവുന്നതാണ് ഹണി ബീച്ചും ഓം ബീച്ചും. ഇതാണ് ഗോകർണ അമ്പലത്തിൻ്റെ കവാടം. നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ തിരക്കുള്ള സമയത്ത് ഇവിടെയാണ് ക്യൂ നിൽക്കുന്നത്. ഞാൻ മെറ്റൽ ടിക്കറ്റ് വഴിയാണ് കയറുന്നത്. മുണ്ടെടുക്കണം, ജീൻസാണ് ആണെങ്കിൽ ഇട്ടിരിക്കലും പുറത്ത് കൊടുത്താലും കുഴപ്പമില്ല. പെണ്ണുങ്ങൾക്ക് ചുരിദാറും അതേപോലെ തന്നെ സാരിയും അനുവദനീയമാണ്. നമ്മൾ തൊഴുത് വരുമ്പോൾ പുറത്തോട്ട് വരുന്ന വഴി ആണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ലഗേജ് കൗണ്ടറുണ്ട്, ഡ്രസ്സ് ഇവിടെ മാറാം. പിന്നെ ഇവിടെ ഫോറിനേഴ്സ് അലൗഡ് അല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു 6 അടി പൊക്കമുള്ള വലിയൊരു കാളയുണ്ട്. ആ കാളയെ നമുക്കവിടെ കയറുമ്പോൾ ഇടത്തെ സൈഡിൽ നമുക്ക് ദർശിക്കാൻ പറ്റും. അമ്പലം 12:30-1 മണിക്ക് അടയ്ക്കും. കഴിയുന്നതും നേരത്തെ എത്താൻ നോക്കുക. പിന്നെ വൈകുന്നേരം 5 മണിക്ക് അമ്പലം തുറക്കുകയുള്ളൂ. അമ്പലം AC ആണ്. സമയത്ത് വന്നെങ്കിൽ നമ്മൾക്ക് ആത്മലിംഗം തൊട്ട് നോക്കാനുള്ള അവസരവും കിട്ടും. ഇതാണ് മഹാഗണപതി അമ്പലം. ഈ അമ്പലം 12:30 കറക്റ്റായിട്ട് തന്നെ ക്ലോസ് ചെയ്യും. ശിവഭഗവാന്റെ പിന്നെയും തിരക്കുണ്ടെങ്കിൽ കുറച്ച് നേരം അവർ ആൾക്കാർക്ക് വേണ്ടി തുറന്നു വെക്കാറുണ്ട്. ഗണപതി അമ്പലം പിന്നെ തുറക്കുന്നത് വൈകുന്നേരം 5 മണിക്കാണ്. ഇവിടെയും മുണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മുണ്ടുണ്ടെങ്കിൽ ജീൻസും പാൻറ്റും ഊരണ്ട, അതിന് പുറത്ത് നമ്മൾ ചുറ്റിയാൽ മതി. ഓട്ടോറിക്ഷ പോകുന്നത് ബീച്ചിലോട്ടുള്ള വഴിയാണ്. ഇത് പഴയ അവരുടെ ബിൽഡിംഗ് എല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഗോകർണ അമ്പലം കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ടാറ്റു കാണാം. സ്വാഭാവികമായിട്ടും അവിടെ നൈറ്റ് ലൈഫ് ഉണ്ട്. ബീച്ചുകൾ, ഈ മഴക്കാലത്ത് ബീച്ചുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നീറ്റ് ആയിരിക്കില്ല. കാരണം പലയിടത്തു നിന്ന് കടൽ കൊണ്ടുവന്ന് പല സാധനങ്ങളും പ്ലാസ്റ്റിക്കും എല്ലാം പല ആൾക്കാർ വലിച്ചെറിഞ്ഞത് വേറെ സ്ഥലത്തായിരിക്കാം. ഇതെല്ലാം ഇവിടെ വന്ന് കുമിഞ്ഞു കൂടാറുണ്ട്. പിന്നെ അതാ സീസൺ വരുമ്പോഴാണ് ഇതെല്ലാം ക്ലിയർ ചെയ്യണത്. നമ്മുടെ അറബിക്കടൽ, നമ്മൾ എറണാകുളത്തും ചെറായിലെ കാണുന്ന അതേ അറബിക്കടൽ തന്നെ ഇവിടെയും നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഗോകർണത്ത് റോഡ് വഴിയാണെങ്കിൽ ഒരു 100-130 കിലോമീറ്റർ ഗോവയിലെത്താൻ പറ്റും. ശരിക്കും നമ്മൾ ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്ഥലമാണ് ഗോകർണം. അപ്പോൾ നിങ്ങളുടെ ചാർട്ടിൽ ആഡ് ചെയ്യണം. ആത്മീയമായിട്ടും അതേപോലെ നമ്മൾക്ക് അല്ലാതെ എൻജോയ്മെൻറ്റും ബീച്ചുകളും എല്ലാം നമുക്ക് വളരെ ഹരം പിടിപ്പിക്കുന്നതാണ്.
ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും, പഴയ വലിയ സാധനങ്ങൾ. പിന്നെ കൂടുതൽ നട്ട്സ്, അതുപോലെ കാഷ്യൂ, കുറേ സാധനങ്ങൾ, കാഷ്യൂൻ്റെ ഐറ്റംസ് എല്ലാം ഇവിടെ സുലഭമാണ്. അതൊരു വെറൈറ്റിയാണ്. പിന്നെ ടീഷർട്ടുകൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗോകർണത്ത് വന്നം. ഗോകർണ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. മഹാദേവൻ്റെ ആത്മലിംഗം ഇരിക്കുന്ന ക്ഷേത്രവും മഹാഗണപതി ക്ഷേത്രവും ബീച്ചുകളും അതുപോലെ വഴിയോരത്തിലുള്ള കച്ചവടങ്ങളും പഴയ തെരുവുകളും പിന്നിട്ട് ഈ ആത്മലിംഗത്തിൻ്റെ ചരിത്രം പേറുന്ന മറ്റൊരു ക്ഷേത്രമുള്ള മുരുടേശ്വരത്തുള്ള യാത്രയിലാണ്. താങ്ക് യു. ബൈ.